ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വചനം, ഒറ്റ വചനമാണ് പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും. ഏശയ്യാ പ്രവചനം 58 അധ്യായം 9 വാക്യം, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. കരയുന്ന കൊച്ചിനെ പാലുള്ളെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ എന്തുണ്ട്? പ്രാർത്ഥന ഒരു യാചനയാണ്, പ്രാർത്ഥിക്കുന്നത് ദൈവം തരും. 2, പ്രാർത്ഥന ദൈവ തിരുമനസ് നിറവേറ്റലാണ്. ചോദിക്കുന്നത് മുഴുവൻ കിട്ടുന്നത് മാത്രമല്ല പ്രാർത്ഥന ദൈവഹിതം. 3-ാമത്തെ കാര്യം, ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ദൈവം നമ്മളെ ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണമല്ല ചില കാര്യങ്ങൾ നീണ്ടുപോകുന്നതിൻ്റെ വൈകുന്നതിൻ്റെ. അപ്പോൾ ഈ വചനത്തിൽ ഇന്ന് കേട്ട ഈ തിരുവചനം ഏശയ്യാ 58:9 എഴുതി വെച്ച് നമുക്ക് ഈ മാസം മുഴുവൻ പറ്റുന്നത്ര തവണ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത്ഭുതം നടക്കും. പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും, 3 കാര്യം. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും. നമ്മളാരും ഇടിക്കുകയൊന്നും ചെയ്യാൻ പോകണില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ നോട്ടവും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും അതിൻ്റെ അപ്പുറമാണ് പലരോടുമുള്ള നമ്മുടെ അവസ്ഥകൾ. കാരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞേ, കാരണം ഉള്ളതോ ആകട്ടെ ഇല്ലാത്തതാകട്ടെ, വചനം പറയുന്നു മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. കുറ്റമുള്ളത് കൊണ്ടല്ലേ പറയണത്, എത്ര നാളായി അനുഭവിക്കണം, നോക്കിയിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ കുറ്റാരോപണം അത് തെറ്റാണ്. ദുർഭാഷണം ദൈവം വെറുക്കുന്ന വലിയ തിന്മയാണ്. അത് അഡൾട്രേഷൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ വ്യഭിചരണ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, മർദ്ദനം, കുറ്റാരോപണം, ദുർഭാഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥനാരൂപിക്ക്, പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാം. കഴിഞ്ഞ ദിവസം വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പോയി, അപ്പോൾ അവർ നന്നായിട്ട് അതിൻ്റെ ഫിൽറ്ററൊക്കെ അഴിച്ചു മാറ്റി പുതിയ ഫിൽറ്ററൊക്കെ ഇട്ട് ആ പഴയ ഓയിലൊക്കെ ഊറ്റിക്കളഞ്ഞ് മുഴുവൻ പോയി എന്നറിഞ്ഞിട്ടാണ് പുതിയത് ഒഴിച്ചത്. കാരണം എന്താ, ചെയ്യുന്ന പ്രവൃത്തിക്കൊരു ഫലം വേണ്ടേ. വണ്ടി അത് കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്തായി, അതിൻ്റെ സ്മോക്കൊക്കെ പുകയൊക്കെ കുറഞ്ഞു, സൗണ്ടൊക്കെ നല്ല സ്മൂത്തായി, നല്ല കംഫർട്ടായി. ഇനി 5000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒരു വണ്ടിയുടെ, നമ്മളുണ്ടാക്കിയ ഒരു വണ്ടിയുടെ കാര്യം, ഉപയോഗിക്കുന്ന വണ്ടിയുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യത്തിലും ഇങ്ങനെയുള്ള ചില മാനദണ്ഡങ്ങൾ, മർദ്ദനം, കുറ്റാരോപണം, ദുർഭാഷണം എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് ദൂരെ അകറ്റണം. അപ്പോൾ എന്താണ്? നീ പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വേണമെങ്കിൽ മതി, കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. അപ്പോൾ എല്ലാവരും പറയും, അയ്യോ ഇത് ഭയങ്കര അതിശയം, എത്ര നാളായിട്ട് പ്രാർത്ഥിക്കുന്ന, നടക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. ഇതെങ്ങനെ നടന്ന് കിട്ടി? ഇത് ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്, ഏത് വചനമാണ് പ്രാർത്ഥിച്ചത്? അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കും പറ്റും. ഏശയ്യാ 58:9. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യപ്പെടുത്താനിടയാകും. നിങ്ങളുടെ കമൻസുകൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ, സാക്ഷ്യങ്ങൾ, ലൈക്കുകൾ എല്ലാം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ ഈ ശുശ്രൂഷയിലെ യൂട്യൂബ് ചാനലിന് വലിയ സപ്പോർട്ടാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.